എൻ്റെ അനിയത്തി മെഡിക്കൽ ഡോക്ടറാണ്. അപ്പോൾ അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് തലയൊട്ടിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സാഹചര്യത്തിൽ ഈ തലയൊട്ടി എൻ്റെ കട്ടിൻ്റെ അടിയിൽ എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് അടിക്കുകയും ഒരു സ്ത്രീ എൻ്റെ മുഖത്തിന് നേരെ ഇങ്ങനെ നോക്കി നിൽക്കണം ഞാൻ കാണും. ആദ്യം കൊണ്ട് ഞാൻ പേടിച്ച് കൈ കാലൊക്കെ ഇട്ട് വീശി. ഞാൻ സ്വപ്നത്തിലാണോ? കണ്ണുറക്കുമ്പോഴാണ് കാണുന്നത്, കണ്ണടയ്ക്കുമ്പോഴല്ല. ചോദിച്ച് ദൈവത്തിൻ്റെ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ പോയി ചോദിച്ച് കാണിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ദൈവം പറഞ്ഞു തരില്ല. ഇതൊക്കെ ദൈവം എത്രയാണോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അറിയണം എന്നുള്ളത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. കാരണം ഈ ദൈവം തന്നെ ഈ ടെക്നോളജി മനുഷ്യരുടെ ഇടയിൽ അനുവദിച്ചിട്ട് എല്ലാവർക്കും എല്ലാം അറിയിക്കുകയാണ്. ഇപ്പം ഒരാൾക്ക് മരിച്ചിട്ട് ദൈവമേ ഇതൊന്നും ഞാൻ അറിഞ്ഞേ ഇല്ല, ആരെങ്കിലും വഴി ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ദൈവത്തിന് അനുസരിച്ച് ഇനി പറയാൻ പറ്റൂല. ഈജിപ്തിൽ അവർ ദൈവ ആരാധനയാണ്. ആ ദൈവങ്ങളൊക്കെ ശരിക്കും ഭൂമിയിൽ ഉണ്ടായിരുന്നതാണോ അതോ ഇതേപോലെ മറ്റൊരു ശക്തിയാണോ? അത് ഈജിപ്തിലുള്ള സാധനങ്ങൾ കൂടുതലും നമ്മൾ അടുത്ത ഫോർത്ത് ഡയമെൻഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ദൂതന്മാരെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അവർ ഏലിയൻസ് ആയിട്ട് വേണമെങ്കിലും പറയാം. അവർ ആ കാലത്ത് ഭൂമിയിൽ ഇവിടെ ഉണ്ടായിരുന്നത്, അത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. അവർ രൂപത്തിലുണ്ടായിരുന്നേ, അവർ ഈ ശക്തിയിലും മനുഷ്യ സാങ്കല്പിക രൂപത്തിലല്ല, ലൈവായിട്ട് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ അവർ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല ആയുധങ്ങളും കാര്യങ്ങളും അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അവരവിടെ ഉണ്ട്. അവർ ഇനിയും പോയിട്ട് തിരിച്ച് വരും എന്ന രീതിയിൽ അവർ പോയിട്ടുണ്ട്. അപ്പോൾ അവരും കൂടെ ചേർന്നാണ് ഈ മനുഷ്യർക്ക് ഈ പിരമിഡ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത് അവരുടെ സ്ഥാനങ്ങളാണ്. അവർക്ക് വേണ്ടി അവർ ചെയ്തു വെച്ച ആ പിരമിഡുകൾ. രാജാക്കന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ നിറച്ചിട്ട് അവർ വീണ്ടും ജനിക്കും എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് കൊണ്ട് അടക്കം ചെയ്യുന്നത്. വീണ്ടും ജനിക്കും എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യണതിനാണ്. മെയിൻ ക്രിസ്ത്യാനികൾ ചെയ്യണതിനാണ്. യേശു വരുമ്പം കല്ലറയെന്ന് എഴിക്കും. അതേപോലെ തന്നെ അവർ ഈ ആത്മാവാണ് ഈ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണപാത്രം, സ്വർണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കല്ലറയ്ക്കകത്തുണ്ടാവും. ഈജിപ്തിലെ അറിവില്ലായ്മയിൽ നിന്ന് അവർക്ക് അത്രയല്ല അറിവുള്ളൂ. അവരുടെ ആൾക്കാരെ അവർ വന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ രണ്ടാമത് വരും. അവർ വരുമ്പോൾ ഞങ്ങളും വരും എന്നൊക്കെ അവർ ആഗ്രഹിച്ച് അവരവരുടെ അവരുടെ ആ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അപ്പോൾ ഈ മനുഷ്യരാണേ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് വരും. ശരിക്കും വരും. അതുകൊണ്ടായിരിക്കാം എനിക്ക് തിരിച്ചു വരും. പണ്ട് ഇതൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. അവരൊക്കെ ശരിക്കും ഇനി തിരിച്ച് വരും. വരുമ്പോൾ ഞങ്ങൾ അന്ന് വരും എന്ന് അവരുടെ ആ ഒരു പ്ലാൻ വെച്ച് ഇവരത് കല്ലറടക്കും. സ്വപ്പം കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യബുദ്ധിയിൽ തോന്നിക്കാണും അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ ആ പാത്രം, എൻ്റെ ആഭരണമൊക്കെ ഞാൻ ഇതിന് ഇപ്പോഴേ കളയണം, അതും കൂടെ വെച്ചേക്കാം, നാളെ വരുമ്പോൾ എനിക്ക് അതൊക്കെ എടുത്തിടാലോ. അങ്ങനെ മനുഷ്യൻ്റെ ആ ശിശു ബുദ്ധിയിൽ തോന്നിയതാണ് ഇവരുടെ സാധനങ്ങളെല്ലാം അവിടെ അത് വെക്കാൻ തുടങ്ങിയത്. കാരണം വെളി കൊടുക്കാനും വയ്യ, ഉപേക്ഷിക്കാനും വയ്യ. അതെ അതെ. അതുകൊണ്ട് അവരത് ബുദ്ധിപരമായി അവർ അതിബുദ്ധിയിൽ അവർ ചെയ്ത സാധനങ്ങളാണ്. പക്ഷെ അവരും പോയി, സാധനവും പോയി. ഇപ്പൊ എല്ലാ ആൾക്കാരുടെ അടുത്തുണ്ട് മ്യൂസിയത്തിലൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും നാളെ നിലനിൽപ്പുണ്ടോ? ഇപ്പോഴൊക്കെ നിലനിന്നിട്ടൊക്കെ പോവുകയല്ലേ. എല്ലാവരും ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവരുടെ ഇടയിലുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പോഴും ഇപ്പോൾ വരും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അറിവും വിദ്യാഭ്യാസവും ഒക്കെ നേടി വരുമ്പം അവർക്ക് ഇപ്പോൾ ഈ ഏലിയൻ ടെക്നോളജി ഇതൊക്കെ അപ്പോൾ അവർ മാറി വരും. ശരിക്കും ഇതല്ലായിരിക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കുമല്ലോ ചിന്തിച്ച് പുതിയ തലമുറകൾ അതിന് മാറി പറഞ്ഞുണ്ട്. അല്ലാതെ ഈ മൊത്തം തീർന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും അതൊക്കെ സങ്കല്പിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഭാരതത്തിൽ ഈ ആത്മീയത കൂടിയതുകൊണ്ട് ഒരുപാട് പേര് പുറത്തുനിന്ന് വരുന്നുണ്ട് ആത്മീയത പഠിക്കാനും ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളാനും. സന്യാസ ദീക്ഷ എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമോ? കാരണം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ശരിക്കും പറഞ്ഞാൽ ഈ ദൈവത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. അപ്പം ചോദിച്ച് ദൈവത്തിൻ്റെ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ പോയി ചോദിച്ച് കാണിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ദൈവം പറഞ്ഞു തരില്ല. ഇതൊക്കെ ദൈവം എത്രയാണോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അറിയണം എന്നുള്ളത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് മനുഷ്യ ബുദ്ധിയിൽ ഇപ്പോൾ കയറേയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ കയറൂല. അധികം രഹസ്യത്തിലോട്ട് ചോദിക്കരുത്. ദൈവം ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല, ഒരു മനുഷ്യനും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ സൃഷ്ടി അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തെർമോമീറ്റർ അത് ചൂടളക്കാനുള്ള സാധനമാണല്ലോ. പനി അളക്കാം. അത് വെച്ച് നമ്മളൊരു തീയുടെ ചൂടളക്കാൻ കൊണ്ട് വെച്ചെടുത്ത് എങ്ങനെ ഇരിക്കും? ചൂടളക്കാനുള്ള മെഷീനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തീ വെച്ചെടുത്താൽ പറ്റുമോ? അതേപോലെ മനുഷ്യൻ്റെ തലച്ചോറിന് അറിവ് ശേഖരിച്ച് വെക്കാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഇത്ര വെച്ചാണ് ദൈവം ജനിപ്പിച്ചേക്കുന്നത്. അതിനകത്ത് വലുത് കയറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെൻ്റലായി പോകും. മനുഷ്യൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാക്സിമം ദൈവം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പണ്ട് ഭാരതത്തിലുള്ളവർക്കായിരുന്നു. പക്ഷെ അത് പിന്നീട് ആർക്കും അങ്ങോട്ട് ദഹിക്കാൻ പറ്റാതായതുകൊണ്ടാണ് ദൈവം അതിനെ ലഘൂകരിച്ച് മറ്റ് മതങ്ങളിലൂടെ അതിനെ കുറച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷെ അതൊക്കെ കഴിച്ച് ഒരു പരുവാകുമ്പം അവൻ പിന്നെ ഒരുപാട് സംശയങ്ങൾ വരുമ്പോൾ ദൈവം തന്നെ അവനെ നേരെ ഈ ഭാരതത്തിൻ്റെ ഇതിലോട്ട് കൊണ്ടുവരും. കാര്യം അപ്പോഴേ അവന് ദഹിക്കുകയുള്ളൂ. ആദ്യമേ എടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല, അവന് ഒന്നും കിട്ടില്ല. ദൈവം കൊടുത്തതെന്ന് വെച്ചാൽ ഈ ചോദിച്ചെടുക്കുന്നതാണ്. ഓരോരുത്തർ അത്രയും ത്യാഗം സഹിച്ച് ചോദിച്ചിരുന്ന് മനസ്സിലാക്കി എടുത്ത കാര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഭാരതത്തിലാണ്. പക്ഷെ അത് ആർക്കും ദഹിക്കാൻ പറ്റണില്ല.
ദൈവം കൊടുത്തത് കൂടിപ്പോയി. അപ്പോൾ ആ ദൈവം തന്നെ അതെന്ത് ചെയ്ത് അടുത്ത വ്യക്തികളിലൂടെ അടുത്ത ആൾക്കാർ ഇറക്കിയിട്ട് അതിനെ ക്രമീകരിച്ച് കൊടുക്കാൻ തുടങ്ങി, ലഘൂകരിച്ച് കൊടുക്കാൻ തുടങ്ങി. അടുത്ത കാലഘട്ടത്തിലോട്ട് വന്നപ്പം പിന്നെ കുറച്ച് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഇത് കൊടുക്കാൻ തുടങ്ങി. എങ്ങനെ കൊടുക്കാൻ തുടങ്ങി? വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ. ഇനിയിപ്പം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടെന്നോ ഇതൊന്നും ആത്മീയം തന്നെ അറിയണമെന്നോ ആർക്കും പറയാൻ പറ്റൂല. കാരണം ഈ ദൈവം തന്നെ ഈ ടെക്നോളജി മനുഷ്യരുടെ ഇടയിൽ അനുവദിച്ചിട്ട് എല്ലാവർക്കും എല്ലാം അറിയിക്കുകയാണ്. ഇപ്പം ഡിജിറ്റൽ ടെക്നോളജി എല്ലാം ദൈവം അറിയിക്കുകയാണ്. ഇപ്പം ദൈവം തന്നെ അലവ് ചെയ്താണ് ഇപ്പോൾ ഈ അറിവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാൾക്ക് മരിച്ചിട്ട് ദൈവമേ ഇതൊന്നും ഞാൻ അറിഞ്ഞേ ഇല്ല, ആരെങ്കിലും വഴി ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ദൈവത്തിന് അനുസരിച്ച് ഇനി പറയാൻ പറ്റൂല. കാരണം എല്ലാവർക്കും എല്ലാം അറിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കിതൊന്നും താല്പര്യമില്ല, എനിക്ക് മറ്റേ അതാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിന് അവർക്ക് തോന്നിയത് കണ്ടും ആസ്വദിച്ച് പോണത് ദൈവത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല. ഇവൻ്റെ കുഴപ്പമാണ്. നിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, നീ കളഞ്ഞു, അത് നിൻ്റെ തെറ്റ് എന്ന് നാളെ ആത്മാവ് അങ്ങോട്ട് എത്താൻ പിടിക്കുമ്പം തള്ളി മാറ്റാനുള്ള കാര്യമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഉണ്ട്. ഈ ആത്മാക്കൾ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആത്മാവ് നമ്മുടെ ഉപബോധ മനസ്സിലൂടെയാണ് ഈ കാഴ്ച തരണത്. നമ്മൾ നേരിട്ട് ഈ കണ്ണുകൊണ്ടല്ല കാണുന്നത്. അവർ അടുത്തൊരു ഡയമെൻഷൻ നിൽക്കുകയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന വേഷം എന്നൊരു സാധനമില്ല. പക്ഷേ അവർ എന്താണോ ഭൂമിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ഒരു വേഷത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലൂടെ ആ കാഴ്ച നമുക്ക് തരാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ആത്മാവ് ഒരു മരിച്ച ആത്മാവിൻ്റെ സങ്കല്പം ഇങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ആത്മാവ് എനിക്ക് ആ രൂപത്തിലേ കാണിച്ചു തരുള്ളൂ. അപ്പോഴേ ഞാൻ അതേസമയം വേറൊരു മതക്കാരൻ വിചാരിക്കുന്ന രൂപത്തിൽ കാണിച്ചു തരുന്ന മൈൻഡ് ചെയ്യില്ല. അവരവരുടെ വിശ്വാസവും അവരവരുടെ അറിവനുസരിച്ച് ഇവർ കാഴ്ച തരുള്ളൂ, എങ്കിലും വിശ്വസിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി, ആ തസ്മൈ ഗുരുവിൻ്റെ കൊച്ചുകുട്ടി ഗണപതിയെ കാണിച്ചാൽ ആ ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കളിക്കുട്ടി ലഡുവും ഒക്കെ തിന്ന് നമ്മളെ കൂടെ കളിച്ച് കിടക്കുന്ന ഒരു കുട്ടിയായിട്ട് കഥാപാത്രങ്ങളിലൂടെ ആ കൊച്ചിൻ്റെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരു നിപ്പുണ്ട്. അപ്പോൾ ആ ശക്തിക്ക് ഈ കൊച്ചുകുട്ടിയെ ഒന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ കൊച്ചുകുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേ ഇവർ കാണിച്ചു കൊടുക്കുള്ളൂ. അതേസമയം ഞാൻ വന്ന് അതേ ശക്തിയെ കൊച്ചുകുട്ടി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശക്തിയെ എൻ്റെ ആത്മാവ് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കില്ല ഞാൻ കാണുന്നത്. സെയിം പവറാണ്, സെയിം എനർജിയായിരിക്കും ഞാൻ കാണുന്നത് അവിടെ. പക്ഷേ ഞാൻ കാണുന്നത് എൻ്റെ സങ്കല്പത്തിൽ വേറെ രൂപത്തിലായിരിക്കും. ഒരു ക്രിസ്ത്യാനി കാണുന്ന ചിറവൊക്കെ വെച്ച് വേറെ മാലാഹ രൂപത്തിൽ. ഇങ്ങനെ ഓരോരുത്തരുടെ അവരുടെ അറിവനുസരിച്ചാണ് ഈ കാഴ്ച പറയുന്നത്. അതായത് പവർ ഒന്നായിരിക്കും. ചേട്ടാ, ഈ മുസ്ലിം മതങ്ങളിൽ അവരെങ്ങനെയാണ് ഈ ആത്മാക്കളെ അല്ലെങ്കിൽ പ്രേതത്തെ കാണുന്നത്? അവരുടെ മതത്തിൽ അവരുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള ചില അവർ കണ്ടിട്ടുള്ള പിക്ചറും കാര്യങ്ങളും അവരുടെ വെച്ചിട്ടുള്ള ചില സങ്കല്പങ്ങൾ ഇപ്പോൾ ഉള്ളവർക്കുണ്ട്. അവർ ആ സങ്കല്പത്തിൽ കാണും. പക്ഷേ ഇതൊന്നും കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് അവിശ്വാസത്തിൽ നിൽക്കുന്ന ചില മുസ്ലിങ്ങൾ എനിക്കറിയാം. ഇതിലൊന്നും കാര്യം, ഇതൊക്കെ ചുമ്മാ. അവർ ചിലപ്പോൾ അവരെന്താണ് സങ്കല്പിച്ചിരിക്കുന്ന ആ രീതിയിലായിരിക്കും അവർ കാണുന്നത്. അതായത് ഇതിൽ എന്താണോ നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചർ, അതിലൂടെയാണ് ഇത് കാണിച്ചത്. നമ്മൾ ഉപബോധ മനസ്സിൽ നിന്ന് ആ എനർജി തലച്ചോറിൽ തലച്ചോറ് വഴി കണ്ണിൽ തന്നാണ് നമുക്കിത് ഈ ഒരു കാഴ്ച തരണത്. അപ്പോൾ ഇതൊക്കെ ബന്ധങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിച്ചാണ് ഒരു പിക്ചർ പറഞ്ഞത്. ഈ നിസ്കാര സമയത്തിന് ഒരു ടൈം വെച്ചിട്ടുണ്ട്, അതിനകത്ത് പെട്ടെന്ന് ഓടി പള്ളിക്കകത്ത് എത്തണം, കൃത്യസമയം പാലിക്കുന്നു. 2 മണി എന്ന് വെച്ചാൽ 2 മണി തന്നെ. അതെന്തിനായിരിക്കും? അത് മുഹമ്മദ് നബിയിലൂടെ, അതായത് യേശുവിലൂടെ ദൈവം ഈ സ്നേഹത്താൽ മനുഷ്യനെ അടുപ്പിക്കാനുള്ള വഴിയാണ് നോക്കിയത്. അതങ്ങോട്ട് സക്സസ് ആവണില്ല. ഈ പുറമേ സ്നേഹം കാണിക്കണമെങ്കിലും ഉള്ളിൽ പിന്നെ കാപട്യവും, പിന്നെ യേശുവിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, തൗറത്ത്, ഇഞ്ചിയിൽ, ഈ ഖുറാൻ, ഇത് 3ഉം നമ്മൾ മനസ്സിലാക്കിക്കണം, അത് 3ഉം നമ്മൾ വിശ്വസിക്കണം. പക്ഷേ ഇഞ്ചിയിൽ എന്ന് പറയുന്ന സാധനമാണ് യേശുവിൻ്റെ വചനങ്ങൾ, ഈസാ നബിയുടെ വചനങ്ങൾ. ഇതൊക്കെ മാറ്റിക്കളഞ്ഞു. ഇതൊന്നും നമ്മളെ ഉദ്ദേശിച്ച പോലെ അല്ല, നമ്മളെ ശരിക്കുള്ള യേശു അല്ല, ഈസാ രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ വചനങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലെവൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈസാ നബി വഴി ആ സ്നേഹത്തിൻ്റെ പാത ഈ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഇല്ല. ഇസ്ലാം മതത്തിന് ഈ മൂസാ നബിക്ക് ആദ്യം കൊടുത്ത ലെവലിലുള്ള ആ നിയമമാണ് സ്ട്രിക്റ്റാണ് പിടിച്ചേക്കുന്നത്. അതായത് ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ, ഇത്രയ്ക്ക് ഇന്ന കണ്ണുകൊണ്ട് പാപം ചെയ്താൽ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക, കൈവെട്ടി, ഇങ്ങനെ പേടിപ്പിച്ചാണ് അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമയം വെച്ചിരിക്കുമ്പോൾ അത് തെറ്റിയോ അള്ളാഹു നമ്മൾ ശിക്ഷിക്കുമല്ലോ എന്ന് പേടിച്ചാണ് ഇവർ ഈ ഓടി നടന്ന് ഇങ്ങനെ ആ സമയം പാലിച്ചും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഇവരിങ്ങനെ. നല്ലതാണല്ലേ, ഒരു കണക്കിന് നല്ലതാണ്, ഒരു ദൈവഭയമുണ്ട്. ഈ ബന്ധക്കോസ്തൊക്കെ എത്രത്തോളം സത്യമുണ്ട് ഇതിന്, ആ പ്രാർത്ഥനകളിലൊക്കെ? ഇത് ശരിക്കും ബൈബിളിൽ ഒരു ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ യേശുവിൻ്റെ പേരിൽ അല്ലെ യേശുവിനെ വിളിച്ചും കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് എന്ന ശക്തിയാൽ അത് യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഇത് വന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ആ ഒരു ലെവലിൽ ആ ഒരു എനർജി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യേശുവിൻ്റെ എനർജി ഉണ്ട്, കാളിയുണ്ട്, ശിവനുണ്ട്, ലക്ഷ്മിയുണ്ട്, ഒക്കെ ഇവിടെ നമുക്ക് ചുറ്റുമുണ്ട്. പോരാഞ്ഞ് കുറേ ഏലിയൻസും ഉണ്ട്.
ഏലിയൻസും ഉണ്ട്. എല്ലാം മറ്റ് ഡയമെൻഷനിൽ നിന്ന് മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശരിക്കും പറഞ്ഞാൽ അത് വന്ന് മനുഷ്യരെ സ്വാധീനിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. ഇതെല്ലാം ഉപബോധ മനസ്സിലൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ അത് അഗാധമായി വിശ്വസിച്ചും ആ തലച്ചോറിൽ ആ ഇത് അറിവും വേണം, അതിലൂടെ അവർ പ്രവർത്തിക്കുകയുള്ളൂ. ഇങ്ങനെ പ്രവർത്തിച്ച് പലർക്കും പല അത്ഭുതങ്ങളും കാര്യങ്ങളും നടക്കും. എങ്ങനെ നടക്കുന്നു? അവനിലൂടെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പം മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആത്മാവിന് അതിനുള്ള പവറുണ്ട്. നമ്മളെ ഉപബോധ മനസ്സിന് നമ്മളെ ഹീൽ ചെയ്യാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. ഇത് അവർ വിശ്വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിലൂടെ ഇത് ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ അവരുടെ ഏതെങ്കിലും ശക്തിയിലൂടെ ചെയ്യുന്നു. ഹിന്ദുക്കളിൽ അവരുദ്ദേശിക്കുന്ന ശക്തിയിലൂടെ. ഇതെല്ലാം നമ്മളിൽ തന്നെയാണ് നടക്കുന്നത്, അവനവനിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഞാനും പരിശുദ്ധാത്മാവിലൂടെ ഇതൊക്കെ ചെയ്യുന്നു എന്ന് കാണിച്ച് കുറേ കള്ളന്മാരും ഈ പെന്തക്കോസ് മേഖലയിൽ. അവിടെ ഈ പിശാച് കൂടിയിട്ട് തുള്ളുന്നതൊക്കെ കുറെ വീഡിയോ നമ്മൾ അത് അവിടെ മാത്രമല്ലല്ലോ, മുസ്ലിം ലെവലിൽ പോയാലും കാണാം, ഹൈന്ദവ ലെവലിൽ പോയാലും കാണാം. എവിടെയല്ല അത് ഞാൻ പറയില്ല, ഉപബോധ മനസ്സിൽ കുടുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ നമ്മുടെ ഉപബോധ മനസ്സ് പവർഫുൾ ആകുമ്പോൾ ഇത് ഇളവാൻ തുടങ്ങും. അത് നമ്മുടെ ഉപബോധ മനസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് പവർഫുൾ ആവും തോറും നമ്മൾ ആത്മാവാണ് പവർഫുൾ ആകുമ്പം ഇവർക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ കാണിക്കുമ്പം ആണ് ഈ തുള്ളലും ഈ സമയത്ത് ആ തുള്ളൽ വരുന്നത്. പിന്നെ ചില വ്യക്തികളെ ഈ നെഗറ്റീവ് എനർജി പൂർണ്ണ കീഴ്പ്പെടുത്തിയിട്ട് അവരെ ആത്മാവിനെ അങ്ങ് ഒതുക്കിയിട്ട് ഇവരെ നിയന്ത്രിച്ച് മൊത്തം കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്രാർത്ഥനയൊന്നും വേണ്ട, അല്ലാതെ തന്നെ വേറെ ആളായിട്ട് മാറും. ഈ പറഞ്ഞ പ്രേതങ്ങളുണ്ട്. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന, ഇപ്പം ബൈബിളിൽ പറയുന്നത് പോലെ മാലാഖമാർ, കെരൂബുകൾ, അതൊക്കെ നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുണ്ടെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. ഇതേ സാധനങ്ങൾ തന്നെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന മലക്കുകളും ജിന്നുകളും ഒക്കെ നമ്മളെ സ്വാധീനിച്ച് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ അവർ നിപ്പുണ്ട്. ഇതെല്ലാം ഒരേ സാധനങ്ങളാണ്. ഹൈന്ദവത്തിൽ ദേവി ദേവന്മാരും ഉണ്ട്. എവരിവിടെ ഉണ്ട്, അവരിവിടെ ഉണ്ട്, ഇവരെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് പുറത്തു വന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ തീരാതെ ആയിരിക്കും ചിലപ്പോൾ മരിക്കുന്നത്. അപ്പോൾ അവരിവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ? പ്രശ്നം ഉണ്ടാക്കാവുന്ന ടെൻഡൻസി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. ആരെങ്കിലും സഹായിക്കാനായിട്ടാണ് അവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ വന്ന് കൂടെ വന്ന് സഹായിക്കും. ഇങ്ങനെ അവരുടെ ആ മരിക്കണ സമയത്തുണ്ടാകുന്ന അവരുടെ മനസ്സ് വെച്ചിട്ട് അവർ ആഗ്രഹം വെച്ചിട്ടും അവർ ചെയ്യാനുള്ള ചെയ്യും. എന്താണോ അവർ മരിക്കുന്ന സമയത്ത് അവർ പോസിറ്റീവ് ആയിരുന്നു നെഗറ്റീവ് ആയിരുന്നു അത് വെച്ചിട്ടാണ് അവർ മരിച്ച ശേഷം അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിനെ നമുക്ക് കീഴ്പ്പെടുത്തി എന്നോടൊപ്പം നിർത്തി എനിക്ക് ചില കാര്യങ്ങൾ മന്ത്രസിദ്ധിയോ എന്നൊക്കെ പറയാം അല്ലേ? ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നു, ഈ ആത്മാവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ആത്മാവിനോട് ചെയ്യിക്കാൻ പറ്റണമെങ്കിൽ ഈ മരിച്ച ആത്മാവിൻ്റെ എനർജി ഉണ്ടല്ലോ, അതിനെക്കാട്ടിയും കുറച്ചുകൂടെ പവർ കൂടിയ ഒരാൾക്കത് പറ്റും. അയാളത് ആർജിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടി കീഴെ വരുന്ന ഒരു എനർജിയെ കീഴ്പ്പെടുത്തി എന്നെ സഹായിക്കാൻ വേണ്ടി നിർത്താം. അങ്ങനെ പറ്റുകയും ചെയ്യും. അയാളുടെ ആത്മാവ് അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പം അയാളുടെ ആത്മാവ് പവർഫുള്ളാക്കി വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ആത്മാവ് തന്നെ അയാളുടെ അടുത്ത് പറഞ്ഞു. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പല കാര്യങ്ങളും ഇപ്പം ദൈവത്തിൽ നിന്നല്ലാതെ തന്നെ ചില കാര്യങ്ങൾ എൻ്റെ ആത്മാവ് എൻ്റെ അടുത്ത് ഞാൻ തിരിച്ച് പറയും. നേരത്തെ ദൈവം പറഞ്ഞിട്ടില്ലായിരുന്നാ എന്ന് ചോദിക്കും. അപ്പം എൻ്റെ അടുത്ത് പല ആവർത്തി എൻ്റെ ആത്മാവ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചുമ്മാ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചുമ്മാ കയറി അങ്ങോട്ട് ചോദിക്കരുത് എന്ന് പറഞ്ഞ് എൻ്റെ ആത്മാവ് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും. അപ്പം ഞാൻ എൻ്റെ ആത്മാവെ ഞാൻ മറന്നുപോയി, എനിക്കിത്തിരി പറഞ്ഞതാണ് അന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ കറക്റ്റ് എനിക്കത് പിക്ചറായിട്ട് എങ്ങനെയാലും അത് പറഞ്ഞു തരികയും ചെയ്യും. എപ്പോഴെങ്കിലും ആത്മാക്കളെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഞാൻ പണ്ട് ഞാൻ ഒരു 20-21 വയസ്സ് പ്രായ സമയത്തൊക്കെ എൻ്റെ അനിയത്തി മെഡിക്കൽ ഡോക്ടറാണ്. അപ്പോൾ അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് തലയൊട്ടിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സാഹചര്യത്തിൽ ഈ തലയൊട്ടി എൻ്റെ കട്ടിൻ്റെ അടിയിലെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് അടുക്കി വെച്ച് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടുക്കി വെച്ചപ്പം എനിക്കത് അറിണ്ടായിരുന്നു. ഒരു ദിവസങ്ങളോളം ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഒരു ഇത്തിരി പ്രായമുള്ള, എനിക്കന്ന് 20 ദിവസമെങ്കിൽ ഒരു 30 ദിവസത്തോളം പ്രായം വരും, ഒരു സ്ത്രീ എൻ്റെ മുഖത്തിന് നേരെ ഇങ്ങനെ നോക്കി നിൽക്കണം ഞാൻ കാണാറുണ്ട്. ആദ്യം കണ്ട് ഞാൻ പേടിച്ച് കൈയും കാലൊക്കെ വീശി. ഞാൻ സ്വപ്നത്തിലാണോ? കണ്ണുറക്കുമ്പോഴാണ് കാണുന്നത്, കണ്ണടയ്ക്കുമ്പോഴല്ല, കണ്ണ് തുറക്കുമ്പോഴാണ് കാണുന്നത്. എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ തുമ്മേ ചൊറിയ ഇങ്ങനെ ബൈ ചാൻസിൽ ഇങ്ങനെ ഉണരുമ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ കൈയെടുത്തിട്ട് വീശി ചാടി കഴിച്ച് അലറിയൊക്കെ ചാടി കഴിച്ച് ലൈറ്റൊക്കെ അപ്പം ലൈറ്റൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ചാടി ഇരിക്കുമ്പോഴേക്ക് സാധനം എവിടെയോ പോകും, മാഞ്ഞങ്ങ് പോകും. ഡെയിലി കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കുക? രൂപം എങ്ങനെ ഇരിക്കും? ശരിക്കും ഒരു സ്ത്രീ രൂപം, പക്ഷെ കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ്. മുടിയൊക്കെ ഇങ്ങനെ ഒത്തിരി തല വരത് നല്ല രീതിയിൽ നല്ലൊരു സ്ത്രീയാണ്. നല്ലൊരു സ്ത്രീ, അല്ലാതെ ഈ അതൊരു വിഷമ മുഖത്തിലാണ്. എൻ്റെ അടുത്ത് എന്തോ പറയണം, പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ പറ്റണില്ല. ആ ലെവലിൽ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഒരു വല്ലാത്ത ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കും. അത് പിന്നീട് ഞാൻ ഇത് കാണാൻ തുടങ്ങുമ്പോൾ പിന്നെ രസമായി. ഞാനും ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ലൈറ്റിൻ്റെ സ്വിച്ചിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ടക്കന സ്വിച്ചിടും, മാഞ്ഞങ്ങ് പോകും. എപ്പോഴെങ്കിലും അത് പറയുന്നത് കേൾക്കാൻ വേണ്ടി പിന്നീട് ഞാൻ ഈ എൻ്റെ ദൈവമായിട്ടുള്ള സംസാരമൊക്കെ വന്ന് ആ ലെവലിൽ വന്നതിന് ശേഷം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താണ് അന്ന്
വർഷങ്ങൾക്ക് മുമ്പ്, ഇതൊരു 15 വർഷത്തിന് മുമ്പാണ് ഈ സംസാരം നല്ല രീതിയിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ അതിനും ഒരു 10 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ 10 വർഷം മുമ്പോളം ഈ ഒരു സ്ത്രീ ശക്തി എൻ്റെ അടുത്ത് വന്നല്ലോ. അപ്പോൾ അത് ശരിക്കും എന്താണ് എൻ്റെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് ധ്യാനത്തിലൂടെ എനിക്ക് പലതും കാണിച്ചു തന്നു. ആ പെണ്ണ് എങ്ങനെ മരിച്ചെന്നും ആര് കൊന്നെന്നും അത് പറയാനാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ മരിച്ചതാണെന്നും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും ഒക്കെ പറയാനാണ്. അപ്പോൾ ഹെൽപ്പ് എന്താ ഉദ്ദേശിച്ചത്? ഹെൽപ്പ് എന്തോ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു വെച്ചത് പ്രതികാരം ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ആ കൊന്ന വ്യക്തിയുടെ മക്കളോ ഒക്കെ കാണും, അവരുടെ അടുത്തൊക്കെ എന്തോ പ്രതികാരം. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് അവരെ അങ്ങ് വിട്ടയക്കുക, ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. ഞാൻ ഇടപെടാൻ പോയി കഴിഞ്ഞാലും അവനെ സ്വാധീനിച്ച് ഇപ്പം എനിക്ക് വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്തു തരും. ഞാൻ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാം, എന്നെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ കൂടെ ഇതുപോലെ പറഞ്ഞതുപോലെയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ ദൈവം എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക, ദൈവത്തിന് വേണ്ടി ചില ജോലികൾ ചെയ്യുക എന്ന് പറഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊന്നും പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇത് എത്ര കാലം മുമ്പാണ് ഇത് കാണാതായത്? ഈ ദൈവമായിട്ടുള്ള കോൺടാക്ട് ആയതിനു ശേഷം പിന്നെ അങ്ങനെ അതുവരെ കാണുമായിരുന്നല്ലേ? അതൊരു ഇടയ്ക്ക് ഈ തലയൊട്ടിയൊക്കെ ഞാൻ എടുത്ത് മാറ്റി. പിന്നീട് എനിക്ക് പിടികിട്ടി ഈ മെഡിക്കൽ സാധനങ്ങളെല്ലാം കൂടെ പെട്ടിയിലാക്കി എൻ്റെ കട്ടിലടിയിൽ ഇത് എനിക്ക് അറിയേണ്ടിയിരുന്നത്. വീടൊക്കെ വൃത്തിയാക്കുന്ന കൂട്ടത്തിലും ഇത് ഇടയ്ക്കത് എൻ്റെ കൈമറിഞ്ഞൊക്കെ പോയി. തിരിച്ച് വന്നപ്പം പെട്ടെന്ന് സൗകര്യത്തിന് എൻ്റെ കട്ടിലടിയിൽ ഇട്ടേക്കായിരുന്നു. പിന്നീടാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഇതിങ്ങനെ ബൈ ചാൻസിൽ വേറെ ചില വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ അവ ഇത്തിരി പ്രാർത്ഥനയും ഇത്തിരി ധ്യാനമൊക്കെ ഉള്ളട്ടെ, അവനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നും ഈ മുറിയിലുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞാണ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ്. ഞാൻ അവിടെയൊക്കെ തപ്പി, അവനും തപ്പി ഈ മുറിയിൽ എന്തോ ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ കട്ടിലടി ചെയ്തിരിക്കുന്നു. അപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു, ദൈവമേ ഇത് എത്രയോ നാൾ മുമ്പേ ഞാൻ ഇതിൻ്റെ അടി തെറ്റാണല്ലോ. എനിക്കിതിൻ്റെ സീരിയസ് ഇല്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ പാർട്ടിയിലും അങ്ങനെ ഒരു ആ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇതിലൊന്നും എനിക്കിതൊന്നും പേടിയൊന്നുമില്ല. ഞാനൊക്കെ രാത്രിയൊക്കെ മാടൻ ക്ഷേത്രത്തിൽ അവിടെയൊക്കെ ഇരുട്ട് 12 മണി സമയത്തൊക്കെ ഞാൻ അവിടെ പോയി നിന്നിട്ട് എനിക്ക് ഇതൊന്ന് കാണണമല്ലോ, ഇതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പോയി നിൽക്കുമായിരുന്നു. പക്ഷേ കാണാൻ പറ്റില്ലല്ലേ? അതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിനെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ പേടിയായിരുന്നു.